ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ രശ്മി രവീന്ദ്രൻ, ഇന്നർ ആൽക്കബി കോച്ച്, മൈൻഡ് പവർ ട്രെയിനർ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ എനർജി വൈബ്രേഷൻ ലെവൽ ഹൈ ആക്കി നിർത്തുവാനുള്ള ചില റിച്വൽസിനെ കുറിച്ചാണ്. നമ്മുടെ ഇമോഷൻസ് എന്നും ക്ലെൻസ് ചെയ്തിരിക്കണം. കാരണം സ്പോഞ്ച് പോലെയാണ് നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത്. മനസ്സിൽ പല ചിന്തകളും നമുക്ക് വരും. ഒരു ദിവസം നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് പോവുകയാണെങ്കിൽ പിറ്റേ ദിവസം സാഡ് ആയിട്ടുള്ള ഒരു മൂമെന്റ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അതെന്തുകൊണ്ടാണെന്ന് പലർക്കും അറിയില്ല. കാരണം ഒരു രാവിലെ എഴുന്നേറ്റുടനെ തന്നെ ചിലപ്പോൾ ആ ദിവസം നല്ലൊരു സന്തോഷമായിരിക്കും. പക്ഷെ പിറ്റേ ദിവസം എഴുന്നേക്കുന്ന സമയത്ത് അത്ര വലിയ സന്തോഷം നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും, എഴുതി വെക്കുന്നുണ്ടാവും ഇൻഫർമേഷൻ. പക്ഷെ മൂടിയായിട്ട് ആ ദിവസം മുഴുവൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യാറില്ലേ? ഇത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ ക്ലെൻസ് ചെയ്താത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരുന്നത്. എനർജി ലെവൽ ഹൈ ആയി, അതായത് എനർജി ലെവൽ വൈബ്രേഷൻ ലെവൽ ഹൈ ആക്കിയാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട്. ഒന്ന്, പ്രൊഡക്ടിവിറ്റി കൂടും. ആ ദിവസം മുഴുവൻ നല്ല സന്തോഷം നമുക്ക് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും. രണ്ടാമതായി, നമുക്ക് തീരുമാനങ്ങളൊക്കെ പെട്ടെന്ന് എടുക്കാൻ കഴിയും. ഡിസിഷൻ മേക്കിങ്ങിന് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യും. മൂന്നാമതായി, നിങ്ങളുടെ സ്ട്രെസ് കുറയുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അനാവശ്യ ചിന്തകൾ നിങ്ങളെ ബാധിക്കുകയില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കും. എനർജി ഹൈയാക്കാൻ വേണ്ടി നമ്മൾ പല കാര്യങ്ങളും ചെയ്യാറുണ്ടെങ്കിലും അതിനേക്കാൾ ഉപരി നമ്മളുടെ എനർജിയെ, നമ്മളുടെ ഇമോഷനെ ഹൈ പവറിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന റിച്വൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. 100% റിസൾട്ടാണ് ഇത് ചെയ്ത് കഴിയുമ്പോൾ. കാരണം എനർജി ബൂസ്റ്റ് ആവുന്നത് നിങ്ങളിത് പോലും അറിയില്ല. അപ്പൊ എന്നും ഈ ഒരു പ്രാക്ടീസിലൂടെ നിങ്ങൾ കടന്നു പോവുക. നല്ലൊരു ചേഞ്ച് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയും. നമ്മൾ എത്രയൊക്കെ മാറാൻ ശ്രമിച്ചാലും പലപ്പോഴും ചില ആളുകളൊക്കെ പറയാറില്ല. എൻ്റെ അടുത്ത് ചില ക്ലയൻസ് വരുമ്പോൾ പറയാറുണ്ട്, അവര് പല കോച്ചിങ്ങും എടുത്തിട്ടുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ പോലെയുള്ള മാനിഫെസ്റ്റേഷൻ പോലെ പല ക്ലാസ്സുകളിലും പങ്കെടുക്കാറുണ്ട്. പക്ഷെ ആ ക്ലാസ് തുടങ്ങി ഒരു മാസം ആ ക്ലാസ് കഴിഞ്ഞ് പിറ്റേത്തെ മാസം തുടങ്ങുമ്പോൾ, അതായത് ജോയിൻ ചെയ്യാൻ അവർക്ക് പല സാഹചര്യങ്ങൾ മൂലം സാധിക്കാറില്ല. പിന്നെ അവരങ്ങോട്ട് പഴയ ഒരു ലെവലിലേക്ക് പോവുകയാണ് എന്നുള്ളത്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ പിന്നെ പ്രാക്ടീസ് ഒന്നും ചെയ്യുന്നില്ല. വീണ്ടും നമ്മളുടെ ചിന്തകള് നമ്മെ ബാധിക്കുന്നുണ്ട്. പല നെഗറ്റീവ് ഇമോഷനും വീണ്ടും നമ്മളെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. കുറേയൊക്കെ നമുക്ക് മാറ്റം വരും. ബേസിക് ആയിട്ടുള്ള ചില മാറ്റങ്ങൾ മാത്രമേ വരികയുള്ളൂ. പൂർണ്ണമായിട്ട് മാറണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്നും നമ്മുടെ ശരീരം വൃത്തിയാക്കുന്നത് പോലെ, നമ്മൾ വസ്ത്രങ്ങൾ അലക്കുന്നതും അതിന് ചളി കഴുകുന്നത് പോലെ മൈൻഡിനെ എന്നും പ്യൂരിഫൈ ചെയ്തുകൊണ്ടേയിരിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ എനർജി ലെവലിനെ. ഈ എനർജി ലെവലിനെ പ്യൂരിഫൈ ചെയ്യാൻ നമ്മുടെ ഇമോഷൻ എപ്പോഴും ക്ലെൻസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ അതിന് സഹായിക്കുന്ന മോർണിംഗ് റിച്വൽസ് ആണ് ഇന്നിവിടെ പറയുന്നത്. ഞാൻ ചെയ്ത ശേഷം നല്ല റിസൾട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്യുക. ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത്, ആദ്യത്തെ സ്റ്റെപ്പ്, രാവിലെ എഴുന്നേറ്റ ഉടനെ നിലത്ത് നിൽക്കുക. നിന്ന ശേഷം കണ്ണുകൾ അടയ്ക്കുക. എന്നിട്ട് നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുക. അതായത് പ്രപഞ്ചത്തിൽ നിന്നും ഒരു ഡിവൈൻ ഗോൾഡൻ കളർ ലൈറ്റ് കടന്നു വരുന്നതായിട്ട് കാണുക. ശേഷം അത് നിങ്ങളുടെ ശിരസിലൂടെ നിങ്ങളുടെ ശരീരം മുഴുവൻ നിറയുന്നതായിട്ട് നിങ്ങൾ കാണുക. അപ്പോൾ ശ്വാസം പതിയെ എടുക്കുക. ശ്വാസം എടുക്കുന്ന സമയത്ത് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പോസിറ്റീവ് എനർജി, എബണ്ടൻസ്, ലവ്, പീസ്, ഇതെല്ലാം നിങ്ങളുടെ ശരീരത്തിലേക്ക് കയറുന്നതായിട്ട് നിങ്ങളൊന്ന് വിഷ്വലൈസേഷൻ കൊടുക്കുക. അങ്ങനെ എത്ര പ്രാവശ്യം എന്ന് പറഞ്ഞാൽ 4 തവണ. ഓക്കെ, 4 തവണ ബ്രീത്ത് ഇൻ എന്ന് പറയുമ്പോൾ 1 2 3 4 എന്ന് എണ്ണുക. ഇതിനത് ഹോൾഡ് ചെയ്ത് വെക്കുക. ഇത് നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ പതിയെ പുറത്തേക്ക് വിടുന്ന സമയത്ത് നിങ്ങൾ മനസ്സ് സങ്കല്പിക്കുക, നിങ്ങളുടെ ഉള്ളിലുള്ള ടെൻഷൻ, നിങ്ങളുടെ ഉള്ളിലുള്ള സ്ട്രെസ്, നെഗറ്റീവ് ചിന്തകൾ, നിങ്ങളെ ബേഡാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, പേടി, നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും, എല്ലാ നെഗറ്റീവ് ഇമോഷൻസും, ഫിയർ, അങ്ങനെയുള്ള എല്ലാ നെഗറ്റീവ് ഇമോഷൻസും പതിയെ പുറത്തേക്ക് പോയി തറയിൽ പതിക്കുന്നതായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വിഷ്വലൈസേഷൻ കൊടുക്കുക. അത് 6 പ്രാവശ്യം.
6 പ്രാവശ്യം എന്ന് പറയുമ്പോൾ ബ്രീത്ത് ഇൻ എടുക്കുമ്പോൾ നമ്മൾ 4 പ്രാവശ്യം എടുക്കണം. അതായത് 4 പ്രാവശ്യം എണ്ണണം. 1 2 3 4 എന്ന് പറയുമ്പോൾ 1 2 3 4. ഓക്കെ, പതിയെ പുറത്തേക്ക് വിടുന്ന സമയത്ത് 1 2 3 4 5 6 ഇങ്ങനെ ഈ രീതിയിലാണ്. ഓക്കെ, 4 6 ഇൻഹേൽ, 4 എക്സേൽ 6. ഇൻഹേൽ ചെയ്യുമ്പോൾ പോസിറ്റീവ് എനർജി നിറയുന്നതായിട്ടും ശരീരം മുഴുവൻ പീസ്, സമാധാനം, സമൃദ്ധി എല്ലാം നിറയുകയാണല്ലോ. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതെല്ലാം നിങ്ങളുടെ ശരീരത്തിലൂടെ ഒഴുകുന്നതായിട്ട് കാണുക. പുറത്തേക്ക് വിടുമ്പോൾ എല്ലാ നെഗറ്റീവ് വിശ്വാസങ്ങളും ലിമിറ്റിംഗ് ബിലീഫ്സും നിങ്ങളുടെ സ്ട്രെസ്, ഫിയർ ഇങ്ങനെയുള്ള എല്ലാ നെഗറ്റീവ് ചിന്തകളും പതിയെ പുറത്തേക്ക് പോകുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. ഇങ്ങനെ ചെയ്യുക. ഓക്കെ, ഇതാണ് സ്റ്റെപ്പ് നമ്പർ 1. സ്റ്റെപ്പ് നമ്പർ 2, അതായത് നിങ്ങൾ ചെയ്യേണ്ടത് എനർജി ഓഡിറ്റ് എന്നാണ് ഇതിന് പറയാം. എന്താണ് എനർജി ഓഡിറ്റ്? നിങ്ങളൊരു ബുക്ക് എടുക്കുക. ഇത് വീക്കിലി ഒരു തവണ മാത്രം ചെയ്താൽ മതി, എല്ലാ ദിവസവും ചെയ്യേണ്ട. നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ നെഗറ്റീവ് ഇമോഷൻസ് ഇല്ലേ, എന്താണ് നിങ്ങളിപ്പോൾ അനുഭവിച്ചിരിക്കുന്ന പ്രശ്നം, അതിലൊന്ന് എഴുതുക. ആ പ്രശ്നത്തെ ഒന്ന് എഴുതുക, വായിച്ചു നോക്കരുത്. ജസ്റ്റ് ഒന്ന് റിലീസ് ആക്കാൻ വേണ്ടിയിട്ട്. എന്താണ് നിങ്ങൾ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്ന, എപ്പോഴും നിങ്ങളെ എനർജി ഡ്രെയിൻ ഔട്ട് ചെയ്യുന്ന, എപ്പോഴും നിങ്ങൾ എനർജി ലോസ് ആക്കി വിടുന്ന ആ പ്രശ്നം എന്താണ് നിങ്ങൾക്ക് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആ ഒരു കാര്യം നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ, പല കാര്യങ്ങളും ചെയ്യുന്നു, പല പ്രാക്ടീസുകളും ചെയ്യുന്നു, പക്ഷെ എപ്പോഴും ചിലപ്പോഴെങ്കിലും ഡൗൺ ആയി പോകുന്ന ആ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ എന്താണെന്നുള്ളത് അതൊന്ന് എഴുതുക. എഴുതുന്ന സമയത്ത് നമ്മൾ അത് റിലീസ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ അത് വായിച്ച് നോക്കാതിരിക്കുക. ഇത് വീക്കിലി ചെയ്യേണ്ടതാണ് എനർജി ഓഡിറ്റ്. അടുത്ത പ്രാക്ടീസ് ആണ് വൈബ്രേഷണൽ ആങ്കർ. എന്താണ് ഈ വൈബ്രേഷണൽ ആങ്കർ? വൈബ്രേഷണൽ ആങ്കർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇമോഷൻ നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഇതിനായിട്ട് ഉപയോഗിക്കേണ്ടത് ഒന്നുകിൽ നിങ്ങൾക്ക് നമ്മുടെ വീടിന്റെ മുറ്റത്ത് ഏതെങ്കിലും ഒരു കല്ല് നമുക്ക് ഇതിനായിട്ട് എടുക്കാം. നമ്മുടെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് മാന്ത്രികക്കല്ല് എന്ന് കേട്ടിട്ടില്ലേ? അതിനൊരു പേരൊക്കെ ഇട്ട് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ അഫർമേഷൻ അതിനു വേണ്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം എപ്പോഴൊക്കെ നിങ്ങളെ എനർജി ലോസ് ആവുന്നോ, എപ്പോഴൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻ ബാഡ് ആവുന്നോ സിറ്റുവേഷനിലൊക്കെ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ കല്ല് നിങ്ങളെടുത്ത് കൈ പിടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി ഹൈ ആവാൻ തുടങ്ങും, നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ചെയ്യാവുന്നത് എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു സാധനം എടുത്താൽ മതി. അല്ലെങ്കിൽ മുറ്റത്ത് നമ്മൾ ഒരുപാട് വെള്ളാരം കല്ലുണ്ടാവും, അതിൽ ഏതെങ്കിലും അത് ഭംഗിയുള്ള ഒരു കല്ല് നോക്കിയെടുക്കുക. അല്ലെങ്കിൽ ക്രിസ്റ്റൽസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതായാലും മതി, അല്ലെങ്കിൽ ഏതെങ്കിലും മുത്ത് എന്തായാലും മതി. നിങ്ങൾ അത് കയ്യിൽ വെച്ച് ഹോൾഡ് ചെയ്ത് അതിനോട് എന്താ പറയുക, പോസിറ്റീവ് അഫർമേഷൻ നമ്മൾ നിറയ്ക്കുക അതിലേക്ക്. ഡെയിലി ചെയ്യുമ്പോൾ അതിന് പവർ കൂടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം വരുന്ന സമയത്ത് അത് ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എനർജി ഹൈ ആവും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു മുത്തോ അല്ലെങ്കിൽ ഈ എന്തെങ്കിലും കല്ലോ അങ്ങനെ ചെറിയ എന്തൊരു സാധനം കയ്യിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും എടുത്തിട്ട് നിങ്ങൾ അഫർമേഷൻ കൊടുക്കുക. അതിന് നല്ല പവർഫുൾ അഫർമേഷൻ. ഐ ആം അബണ്ടന്റ്, ഐ ആം ബ്ലെസ്ഡ് വിത്ത് ഡിവൈൻ എനർജി, ഐ ആം പവർഫുൾ, ഐ ആം സ്റ്റേബിൾ. ഇങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെ അഫർമേഷൻ നിങ്ങൾ അതിന് കൊടുക്കാം. ഓക്കെ, ഐ ആം പീസ്, ഐ ആം ലവബിൾ, ഇങ്ങനെ പറഞ്ഞ് ആ ഒരു കല്ലിനെ നമ്മൾ എന്ത് ചെയ്യുക, ഹൈ എനർജി ആക്കിയിട്ട് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് വൈബ്രേഷണൽ ആങ്കറാണ്, ഇതെല്ലാവരും ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബോഡി മൂവ്മെന്റ് ആണ്. അതായത് നമ്മുടെ ഇമോഷൻസ് പലപ്പോഴും സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ ബോഡിയിലാണ്. ഒരുപാട് പ്രയാസങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്, തലവേദന വരാറില്ല. നമുക്ക് ഒരുപാട് ചിന്തിക്കുമ്പോൾ ടെൻഷൻ ആകുമ്പോൾ ഒക്കെ തലവേദന വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഇമോഷൻസ് നമ്മളെ ബാധിക്കുന്നത് കൊണ്ട് തന്നെയാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഉദാഹരണം. അപ്പോൾ ബോഡി മൂവ്മെന്റ് ചെയ്യുന്നത് എനർജി ഡ്രെയിൻ ഔട്ട് ആയി പോകുവാൻ, അതായത് നെഗറ്റീവ് ഇമോഷൻസ് ഡ്രെയിൻ ഔട്ട് ആയി പോകാൻ സഹായിക്കും. അതിനുവേണ്ടി നിങ്ങൾക്ക് മ്യൂസിക് തെറാപ്പി ചെയ്യാം, യോഗ ചെയ്യാം, അതേപോലെ നിങ്ങൾക്ക് തന്നെ നല്ല അടിപൊളി സോങ്ങൊക്കെ വെച്ച് ഡാൻസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ചില മോട്ടിവേഷൻ ക്ലാസ്സിലൊക്കെ നിങ്ങൾ കാണാറില്ലേ, ഡാൻസ് കളിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ എനർജി ഹൈ ആക്കാനാണ്, നമ്മുടെ എനർജി ലെവൽ ഹൈ ആൻഡ് ബൂസ്റ്റ് ചെയ്യാനാണ് ഡാൻസ് ചെയ്യിപ്പിക്കുന്നത്. ഡാൻസ് ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾക്ക് സന്തോഷം ഉള്ളിൽ വരുന്നുണ്ട്. എപ്പോഴും ഇതിൻ്റെയൊക്കെ ബേസ് എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷനെ അനുസരിച്ചിട്ടാണ്. നമ്മുടെ ഇമോഷൻ എപ്പോഴും സന്തോഷമായി കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ എനർജി ലെവൽ ഹൈ ആവും, നമ്മുടെ വൈബ്രേഷൻ ലെവൽ ചേഞ്ച് ആവാൻ തുടങ്ങും. അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ, സാഹചര്യങ്ങൾ, വ്യക്തികളെല്ലാം നമ്മുടെ ലൈഫിലേക്ക് വരും. ഇവിടെയാണ് പലർക്കും തെറ്റുപറ്റുന്നത്.
ഈ ഇമോഷനെ ചുറ്റിപ്പറ്റിയാണ് എല്ലാം കിടക്കുന്നത്. ഒരു മനസ്സിൽ മാറ്റം വരാൻ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ഇമോഷൻസ് എന്താണെന്ന് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നോക്കുകയാണ് ചെയ്യുന്നത്. എനർജി ലെവൽ ഹൈ ആക്കാൻ വേണ്ടി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, ദിവസവും നിങ്ങൾ ഈ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എനർജി ലെവൽ ഹൈ ആവുകയും നിങ്ങളുടെ വൈബ്രേഷൻ ലെവൽ ഹൈ ആവാൻ തുടങ്ങുകയും അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്നും ഒരേപോലെ കൊണ്ടുപോകാൻ കഴിഞ്ഞാലാണ് നമുക്ക് കാര്യമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഒരു ഭാഗത്തുനിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, മറുഭാഗത്ത് നമ്മുടെ ഇമോഷൻ വേടാക്കി നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു, എനിക്ക് ഒരു കാര്യം നടക്കുന്നില്ല എന്ന് പലരും പരാതി പറയാറുണ്ട്. എൻ്റെ അടുത്ത് ചില ക്ലയൻസ് ഒക്കെ വരുന്ന സമയത്ത് പറയാറുണ്ട്, കുറേ പ്രാക്ടീസിന് പോയിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരു മാറ്റവും കാണുന്നില്ല, എന്താ സംഭവിക്കുന്നത് അറിയില്ല. കുറെ റീസൺസ്. നമ്മളെപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ബൂസ്റ്റ് അപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം, നമ്മുടെ എനർജി ഹൈ ആക്കിക്കൊണ്ടിരിക്കണം. അതിനു വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം. ആൽഫ ലെവലിലുള്ള മ്യൂസിക് കേൾക്കുക, നല്ല എന്നും നല്ല പാട്ട് വെച്ച് അടിപൊളി ഡാൻസ് കളിക്കുക, നമ്മുടെ ഗോളൊക്കെ നോക്കി ഡാൻസ് കളിക്കുക. ഗോള് നടന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളുടെ ഉള്ളിൽ ആ സന്തോഷം വരിക, അത് മനസ്സിൽ വിഷ്വലൈസേഷൻ കൊടുത്തുകൊണ്ട് ഡാൻസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഒന്നും കൂടെ നിങ്ങൾക്ക് സന്തോഷം കൂടും. വെറുതെ നമ്മൾ ഡാൻസ് കളിച്ചിട്ട് കാര്യമില്ല, പക്ഷെ മനസ്സ് നല്ല ഹാപ്പി ആക്കിയിട്ട് മതിമറന്ന് ഡാൻസ് ഒക്കെ ചെയ്യുക, യോഗ ചെയ്യുക. ഇതൊക്കെ നമ്മുടെ എനർജിയെ ഹൈ ലെവലാക്കി കൊണ്ടുപോകാൻ സഹായിക്കുന്നതാണ്. ആരോമ തെറാപ്പിയിൽ പല ഓയിൽസ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ, അതൊക്കെ എനർജി ഹൈ ലെവലാക്കി കൊണ്ടുപോകാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എനർജി ലെവൽ ഹൈ ആകാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.